നമസ്കാരം. എയർ ഇന്ത്യ വിമാനങ്ങൾ അപകടത്തിലാണ് അല്ലെങ്കിൽ എയർ ഇന്ത്യ മൊത്തം പോക്കാണ് എന്ന വിധത്തിലുള്ള ചില അപഖ്യാതികൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ വിമാനം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ തന്നെയാണ് ബോയിങ് തന്നെയാണ് മറ്റു കമ്പനികൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എയർ ഇന്ത്യയുടേതായി മാത്രമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും തോന്നില്ല. എന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ വിമാനത്തിനുണ്ടാവും. പക്ഷേ എയർ ഇന്ത്യക്കുള്ളൊരു പ്രശ്നം എയർ ഇന്ത്യയുടെ സ്റ്റാഫുകൾ നിലവിലുള്ള വാർത്തകൾ പരിശോധിക്കണമെങ്കിൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. മര്യാദയ്ക്ക് ഇടപെടാൻ അറിയില്ല. പിന്നെ സാങ്കേതികമായി വിമാനം ഓക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ യാത്രക്കാർക്ക് നൽകുന്ന സൗകര്യങ്ങൾ വളരെ മോശമാണ്. അത് ഹൈദരാബാദ് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ്, ഹൈദരാബാദിൽ വിമാന അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ആ വിമാനത്തിൽ യാത്ര ചെയ്ത മറ്റൊരാൾ, അതിന് തൊട്ട് മുമ്പുള്ള സർവീസിൽ യാത്ര ചെയ്ത ഒരാൾ പകർത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ അതിൻ്റെ ലൈറ്റിൻ്റെ അവസ്ഥ, അതിൻ്റെ സീറ്റിൻ്റെ അവസ്ഥ, മറ്റു കാര്യങ്ങളൊക്കെ അത് വൈറലായതാണ് ആ വീഡിയോ. അതിനുശേഷം അതിന്റെ അടുത്ത പറക്കലിലാണ് ഹൈദരാബാദിൽ നിന്ന് അടുത്ത പറക്കൽ പറന്നപ്പോഴാണ് അത് അപകടത്തിൽ പെട്ട് തകർന്നു പോയത്. ഇത്ര ആൾക്കാർ മരണപ്പെട്ടത്. അപ്പോൾ സാങ്കേതിക തകരാറ് ഉണ്ട്, സാങ്കേതിക തകരാറ് കൊണ്ട് തന്നെയാണ് എന്ന്. അതിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് ഉയർന്നു ടേക്ക് ഓഫ് ആയിട്ട് പിന്നെ എങ്ങനെ ലാൻഡ് ചെയ്യപ്പെട്ടു, എങ്ങനെ എഞ്ചിൻ ഓഫായി എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. വിമാന കമ്പനികളെ, അതായത് വിമാന നിർമ്മാണ കമ്പനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പോരാട്ട നാടകങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടു. ഇതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വിമാനം പറക്കുന്നത്. അത് പറന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് ചെന്നൈൻ്റെ പരിധിയാണ്. ചെന്നൈൻ്റെ പരിധിക്ക് ഏകദേശം അടുത്തെത്തിയപ്പോൾ എന്തൊക്കെയോ ചില സാങ്കേതിക തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിമാനത്തിനുള്ളിൽ അറിയിപ്പ് കൊടുക്കുന്നു, നമ്മൾ ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, നമ്മൾ ചെന്നൈയിലേക്ക് തിരിച്ചിറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നിറഞ്ഞ ഇന്ധനവുമായി പറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റൂ. അതുവരെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങേണ്ടി വരും. അങ്ങനെ 1-2 മണിക്കൂർ കറങ്ങിയതിന് ശേഷം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ്. ഇറങ്ങി ലാൻഡിങ്, അതായത് റൺവേയിൽ തൊട്ടില്ല എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി കൊടുത്ത ശേഷം റൺവേ ലക്ഷ്യമാക്കി ലാൻഡിങ്ങിന് തയ്യാറെടുത്തുകൊണ്ട് വിമാനം വരുമ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതേ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇവിടെ KC വേണുഗോപാൽ പറയുന്നു, കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നു, ഇവരൊക്കെ അത് പറയുന്നുണ്ട്. എന്നാൽ അവർ അങ്ങനെ പറയുന്നത് എയർ ഇന്ത്യ തകർക്കാനാണ് അല്ലെങ്കിൽ മറ്റെന്തോ ഗൂഢോദ്ദേശം വെച്ചാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ പറയുന്നത് അത്തരത്തിലുള്ള യാതൊരു വിഷയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ എയർ ഇന്ത്യ പറയുന്നത് കളവാണ് എന്ന് വിശ്വസിക്കാനാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം ഏഷ്യാനെറ്റിന്റെ വാർത്ത കണ്ടപ്പോൾ അതിൽ ലൈവ് വാർത്ത നടക്കുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷ് MPയും മറ്റുള്ളവരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നു അതിൽ. അതായത് ആ വാർത്തകൾ താഴെ കമന്റ് ആയിട്ട്, അതായത് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു യാത്രക്കാരൻ, അദ്ദേഹം അതിനകത്ത് കുറിച്ചതാണ്, ലാൻഡ് ചെയ്യുന്ന സമയത്ത് റൺവേയിൽ മറ്റൊരു ഫ്ലൈറ്റ് ഉണ്ട് എന്നും അതുകൊണ്ട് നമ്മൾ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യണമെന്നും പൈലറ്റ് അനൗൺസ് ചെയ്തിരുന്നു എന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടിക്കുന്നിൽ സുരേഷ് MPയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ മറ്റുള്ളവരോ പറഞ്ഞ് തെറ്റല്ലല്ലോ. അപ്പോൾ അവരെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ എയർ ഇന്ത്യക്ക് മൊത്തത്തിൽ എന്തോ ഒരു ശനിദശ പിന്തുടരുന്നുവെന്ന് ആണ് തോന്നുന്നത്. ഇന്നലത്തെ അവസ്ഥ നോക്കൂ. ഇന്നലെ പറന്നിറങ്ങുന്ന സമയത്ത്, അത് ലാൻഡിങ്ങിന്റെ സമയത്ത് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള 160 യാത്രക്കാരും അവിടെ കിടക്കുന്ന ഫ്ലൈറ്റിൽ യാത്രക്കാരുണ്ടെങ്കിൽ അവരും എല്ലാവരും ഇന്നലെ കഴിയേണ്ടതാണ്. അതായത് വലിയ ഒരു ദുരന്തത്തിന് വീണ്ടും നമ്മൾ എന്താ പറയുക കാണേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. എന്നാൽ എയർ ഇന്ത്യ പറയുന്നത് അത്തരത്തിലൊരു സംഭവമില്ല, ഇത് സാധാരണ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന പോലെ സംഭവിച്ചു എന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പൈലറ്റ് അനൗൺസ് ചെയ്ത് എന്തിനാണ് ഒരു വിമാനം റൺവേയിൽ ഉണ്ട് എന്ന്? അതോ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതാണ്? ലാൻഡ് ചെയ്ത് നിലത്ത് മുട്ടിയില്ല, റൺവേയിൽ മുട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. അതുപോലെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊന്തിപ്പോയത് ഇത്തരം അടിയന്തര ഘട്ടത്തിൽ നടക്കുന്ന അറൗണ്ടിങ് സംവിധാനം മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ആ പൈലറ്റ് അനൗൺസ് ചെയ്തു എന്നത് ഈ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, അതിലുള്ള യാത്രക്കാരും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വിമാനം അവിടെ ഉണ്ടായിരുന്നു എന്നത് വലിയ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഒരു വലിയ ദുരന്തമാണ് ഇന്നലെ ചെന്നൈയിൽ നിന്ന് ഒഴിഞ്ഞുപോയത് എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. ഒരു വിമാന സർവീസാണ്, തീരെ ഉത്തരവാദിത്വമില്ലാതെ മനുഷ്യന് ജീവന് വില കൽപ്പിക്കാതെ ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ഒരു സംവിധാനമാണ് എയർ ഇന്ത്യക്ക് ഉള്ളതെങ്കിൽ, ഇനി എയർ ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടാണ് KC വേണുഗോപാലും ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ
അതിൽ വസ്തുതയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. Different angles. Don't forget to subscribe and support this channel.